ആരാടാ ഇവൻ? ഭക്ത കുചേലനോ അതോ ഭക്ത മാർക്കണ്ഡേയനോ? സന്തോഷമായോ? കൂടുതൽ വല്ലതും വേണോ? വേണ്ട, നന്നായി വരട്ടെ. അയ്യോ തളാങ്കുതരകിടതോ, ഇത് സുധാരനല്ലേ? സുധാര, ഇതെന്ത് കോലം? നിനക്കിതെന്ത് പറ്റി? ശരീരവും മനസ്സും ഒക്കെ ശുദ്ധമായിക്കോട്ടെ എന്ന് കരുതി ഞാൻ മൂകാംബികയിൽ ഭജനം ഇരിക്കുകയായിരുന്നു. നീയോ? എന്തരിന്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പൊ ഇതിനു മുമ്പ് പ്രവേശിച്ചതൊക്കെയോ? ഓ, അത് വല്ലതൊരു പ്രവേശനമാണോടോ നടനം? ഇനിയല്ലേ ശരിയായ പ്രവേശനം. ഞാൻ ലക്ഷ്മിയെ അച്ഛനൊക്കെ ഒന്ന് കാണട്ടെ. പ്രസാദം തരാൻ കേട്ടോ. 3 മാസം കൂടിയേ ഉള്ളൂ തമ്പുരാട്ടി മേജറാകാൻ. ഗൃഹസ്ഥാശ്രമികൾ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. എന്റെ കാര്യം തളാങ്കതരികടതോ, വൃത്തികെട്ടവൻ. അച്ഛാ, നീ വരുന്ന വണ്ടി കൃത്യമായിട്ടൊന്ന് അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ കാർ അയക്കുമായിരുന്നല്ലോ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ജയ് മൂകാംബികേ. ഇങ്ങനെ വിളിക്കുന്ന പോലെ വിളിക്കാടാ, വല്ലവരും കേക്കും. ജയ് മൂകാംബിക. ജയ് മൂകാംബിക. ആരാണ്ട് വരുന്നുണ്ടാ? എന്റെ ഗുരുവായൂരപ്പ. ജയ് മൂകാംബിക. ലക്ഷ്മി എവിടെ ജാനു അമ്മേ? ഞാൻ വന്നെന്ന് പറയൂ. പറയാം. നീ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, കുളിക്കാൻ നിൽക്കാൻ പറ്റോ ചെയ്യേ? ഓ, രാവിലെ ഹോട്ടലിൽ നിന്ന് കുളിയുന്നതിനെ കഴിഞ്ഞാൽ ഈ കോലം കിട്ടിയത്. അല്പം ഓവറാണ് മോനെ നിന്റെ ഈ കോലം. മറ്റേ വർത്താനം പറഞ്ഞോളൂ, തന്തയാണെന്ന് ഞാൻ വിചാരിക്കല. ഓ, മനുഷ്യനെ പിടിച്ചോ കോലം കെട്ടിച്ചിട്ട്. നിർത്ത്, വല്ലവരും കേൾക്കും. നീ ആ പെണ്ണിന്റെ റൂമിലേക്ക് ചെല്ലേ. കുഞ്ഞേ, ആ ജന്തു വന്നിട്ടുണ്ട്. ആര്? സുധാകരനാ? എന്റെ ജാനുമ്മേ, എനിക്ക് വയ്യ. എങ്ങനെ ഒന്ന് ഒഴിവാക്കുന്നേ? അവൻ വന്നേച്ച് പൊയ്ക്കോളൂ. കള്ളൻ മൂവാമ്പിന്നുള്ള വരവാ. വന്നാ പോകത്തില്ല, അതും ഇതൊക്കെ പറഞ്ഞിരിക്കും. അതിന് ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ആ വിഷ്ണുവിനെ ഇങ്ങോട്ട് വിളിക്കാം. പാട്ട് പഠിക്കാനുണ്ടെന്ന് പറയാം. തൽക്കാലത്തേക്ക് ഒഴിയല്ലോ, ബാക്കിയുള്ളത് പിന്നെ നോക്കാം. ആ, വേഗം വിളിപ്പിക്കാം. ഞാൻ പിന്നെ കഴിച്ചോളാം. മൂകാംബികല്ലേ? ഞാനും പിന്നെ കഴിച്ചോളാം. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, ഞാൻ ഇപ്പൊ വരാം. ഇരിക്കൂ സുധിയേട്ടാ, ഇരിക്കൂ. എന്താ വിളിച്ചത്? സുധിയേട്ടൻ. ആശ്വാസമായി. കഴിഞ്ഞ തവണ നമ്മൾ തമ്മിൽ കണ്ടപ്പോ എന്നെ എന്താണ് വിളിച്ചതെന്ന് ഓർമ്മയുണ്ടോ ലക്ഷ്മിക്ക്? ഇറങ്ങടാ പട്ടി ഇവിടുന്ന്. ലക്ഷ്മി, ലക്ഷ്മി പ്ലീസ് ശബ്ദം ഉണ്ടാക്കരുത്. മിണ്ടി പോരുത്. എടാ ജനമേ, ഐ എം സോറി. മാറങ്ങോട്ട്. കുഞ്ഞേ, ജാനുമ്മേ, ഇവൻ എന്നെ. ജനമേ, ഞാനൊരു കളിത്തമാശ കാണിച്ചതല്ലേ. എടാ, തിരിച്ചു വാക്കിന് കൊച്ചു പെമ്പിള്ളേരെ മുറി കയറി അവരുടെ തുണി വലിച്ച് കീറുന്നാണോ നിന്റെ കളി തമാശ? നിന്നെ ഇന്ന് ഞാൻ. ലക്ഷ്മി അതൊന്നും മനസ്സിലിട്ടില്ലല്ലോ അല്ലേ? ഇല്ല. സുധിയേട്ടനോ? ഞാനത് അപ്പോഴേ മറന്നു. ലക്ഷ്മി മറന്നു എന്ന് പറഞ്ഞത് സത്യം തന്നെ അല്ലേ? അതേന്നെ. ഓ, അത് മതി. മൂകാംബികയിൽ ഭജന ഇരുന്നപ്പോൾ തന്നെ എനിക്കൊരു ദർശനം ഉണ്ടായി. ലക്ഷ്മി എല്ലാം എന്നോട് ക്ഷമിച്ചെന്ന്. ലക്ഷ്മിയോട് ക്ഷമ ചോദിക്കുന്ന പോലെയാ ഞാൻ അവിടെ ചെന്ന് ദേവിയോട് ചോദിച്ചത്. ലക്ഷ്മിയും സരസ്വതിയും പാർവതിയും എല്ലാം കൂടിയതാണല്ലോ മൂകാംബിക. ആ, നമ്മൾ ഒരുമിച്ച് ഇനി എവിടെയൊക്കെ പോകേണ്ടതല്ലേ? അതെന്തിനാ? അതൊക്കെ ഉണ്ട്. അവിടുത്തെ ഒരു ചടങ്ങ് എങ്ങനെയാന്ന് ചോദിച്ചാല്, രാവിലെ എഴുന്നേറ്റ് 5 മണിക്ക് സൗപർണയിൽ പോയി കുളിച്ച് അമ്പലത്തിൽ നടയിലോട്ട് വന്ന് കണ്ണു അടച്ച ഒറ്റ ഇരുപ്പാ. മനസ്സിൽ ദേവി, അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ, ലക്ഷ്മി നാരായണ എന്ന അക്ഷരലക്ഷണം ജപിക്കും. അങ്ങനെ ജപിച്ച് ജപിച്ച് അങ്ങ് പരബ്രഹ്മത്തിൽ ലയിക്കും. പക്ഷേ ഇടയ്ക്ക് മനസ്സൊന്ന് ചഞ്ചലപ്പെട്ട് കേട്ടോ. ചില സമയത്ത് സരസ്വതിയുടെയും പാർവതിയുടെയും ഭാവങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് ലക്ഷ്മി ദേവി മാത്രം മുന്നിൽ വരും. പിന്നെ ആ ലക്ഷ്മിക്ക് രൂപം ഉണ്ടാകും. ആ രൂപം ഈ ലക്ഷ്മിയുടെ.
തന്നാരടോ? അയ്യോ പറയാൻ മറന്നു. ഇതെന്റെ പാട്ട് സാറാ. വിഷ്ണു. വിഷ്ണു വിഷ്ണു, ഇത് അങ്കിളിന്റെ മകനാ, സുധിയേട്ടൻ. അറിയാം, ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്. തനിക്ക് എങ്ങനെ എന്നെ അറിയാം? നമ്മൾ എവിടെയോ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നില്ല. പക്ഷെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാ ഞാനല്ല, വേറെ ഏതെങ്കിലും ആയിരിക്കും. അല്ല, അത് സാറ് തന്നെയാ. എന്റെ മുമ്പിലുണ്ട്. അല്ല, അന്ന് ആ കാറില് എവിടെ വെച്ച്? കാറിന്റെ അകത്ത് വെച്ച്. ഏത് കാറില്? സാറെന്നാ മൂവാമ്പി ഒന്നില്ലായിരുന്നോ? അന്ന് തൊഴാൻ വന്നു. ശരിയാ. ഞാനേ എന്റെ ഫ്രണ്ടിന്റെ കാറിലാണ് മൂവാമ്പിയെ പോയത്. ഞാൻ ഉണ്ടായിരുന്നു. ഞാൻ സാറിനെ കണ്ടു. നിങ്ങളെ പാട്ട് പഠി കുട്ടിയെ പഠി. ഇല്ല, പാട്ടില്ല. എന്റെ ത്രോട്ട് അത്ര ശരിയല്ല. അല്ല, പാടി ശരിയായി. പാടുമ്പോ ശരിയാവും. സാറേ, സാറിന്റെ പ്രസാദം. അതെ, വേണ്ട, അത് നിങ്ങൾക്ക് കൊള്ളാം. കലാകാരന്മാർക്ക് ത്രോട്ടിന് നല്ല. കടുവയെ പിടിക്കുന്ന കിടുവയോ? താങ്ക് യു വെരി മച്ച്. യു ആർ വെൽക്കം. ഇതെന്റെ കടമയല്ലേ തമ്പുരാട്ടി? എന്തായാലും വിഷ്ണുവിനെ കണ്ട് പേടിച്ചത്? അത് പിന്നെ ഞങ്ങളൊരു വല്ലാത്ത സ്ഥലത്ത് വെച്ചൊന്ന് മീറ്റ് ചെയ്തു. വല്ലാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും. പറയാൻ കൊള്ളാത്ത സ്ഥലോ? അതെ, അങ്ങനെ പറയാൻ കൊള്ളാത്ത സ്ഥലങ്ങളും പറയാൻ പാടില്ലാത്ത സംഗതികളൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. തൽക്കാലം തമ്പുരാട്ടി അതറിയണ്ട. ഞാൻ പോയിട്ട് പിന്നെ വരാം. തമ്പുരാട്ടി അങ്ങനെ ശരിക്കും പറഞ്ഞ വല്യമ്മേ? നിന്റെ വല്യമ്മ ആവാനുള്ള പ്രായമൊന്നും എനിക്കില്ല. വല്യമ്മല്ല, അമ്മ. സാധാരണ സുധാരം വന്നാ എന്തെങ്കിലും കുഴപ്പമൊപ്പിച്ചിട്ടേ പോവാറുള്ളൂ. ഇത്തവണ അത് ഉണ്ടായില്ല. അതെ, നിന്റെ സാമർത്ഥ്യം എന്നാ തമ്പുരാട്ടി പറയുന്നത്. അയ്യോ, ഇനി ഇതേപോലെ എത്രയോ സാമർത്ഥ്യങ്ങൾ കാണാൻ കിടക്കുന്നു. നീ വലിയ സാമർത്ഥ്യം ഒന്നും കാണിക്കണ്ട. മര്യാദയ്ക്ക് സംഗീതം അങ്ങോട്ട് പഠിപ്പിച്ചാ മതി. അത് പിന്നെ അത്രയല്ലേ ഉള്ളൂ. ഇത്തിരി നൃത്തം, ഇത്തിരി സംഗീതം. കല്യാണത്തിന് മുമ്പ് അരങ്ങേറ്റം കൂടി നടത്തി കാണണമെന്നാ എന്റെ ആഗ്രഹം. അതിന് നീ ഉത്സാഹിച്ച് പിടിക്കണം. ഉത്സാഹിക്കാം. അപ്പോ 2-3 മാസം കഴിഞ്ഞ റിസീവർ ഒക്കെ പോയിക്കോളൂന്നല്ലേ? പിന്നെ പോകാണ്ട് അയാളെന്താ കല്യാണം കഴിച്ചിവിടെ കുടിപാർക്കാനാ? അല്ല, കല്യാണം കഴിച്ച് ലക്ഷ്മി തമ്പുരാട്ടി വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ്. അല്ല, വേറൊരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ്. വേറെ ഒരു കൈ ചെന്ന് പെടുന്നതിന് മുമ്പ് നിനക്ക് എന്താണ് വേണ്ടത്? കുരുത്തം കെട്ടവനെ, അനാവശ്യം പറയുന്നു. അയ്യോ, അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. തമ്പുരാട്ടിക്ക് മനസ്സിൽ പിടിച്ചു പോയ കരവഴുവായിട്ട് എനിക്ക് കുറച്ച് ഭൂമി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാനത് പറഞ്ഞു പോയതാ. ഇത്രേ ഉള്ളോ? ആഹാ, ഇവിടെ കരം കൊടുത്ത് മുടിഞ്ഞിരിക്കുക. പിന്നെയാണ് നിനക്ക് കരമൊഴിവായിട്ട് ഭൂമി. അമ്മ, ഞാൻ ഒന്ന് പറയുന്നു കേൾക്കണേ. അല്ല, കുറെ നേരമായല്ലോ എന്റെ പുറകെ നടന്ന് ചിണുങ്ങുന്നു. എന്താ കാര്യം? അല്ല, നമുക്ക് അരങ്ങേറ്റം നടത്തണ്ടേ? നടത്തണം. അതിനൊരു ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണം. നിനക്ക് എന്ത് ദൈവാനുഗ്രഹം ഉണ്ടായിട്ടാ തെണ്ടി നീ ഇവിടെ വന്നത്? ദൈവാനുഗ്രഹം ഉള്ളതുകൊണ്ടാ ആ കുഞ്ഞി വലിയ കുടുംബത്തിൽ ഒന്ന് പറഞ്ഞത്. മാറാങ്ങോട്ട്. അതല്ലമ്മേ, എന്നാലും ഒരു ദേവീ സന്നിധി പോയി എനിക്കൊരു ദക്ഷിണ, അത് ഒരൊറ്റ രൂപ മതി. പുറത്തോ? അത് നടക്കത്തില്ല. കൊച്ചിനെ പുറത്തു കൊണ്ടുപോകാൻ പറ്റത്തില്ല. അയ്യോ, അതല്ല, അതിവിടുത്തെ റൂളാ. ഞാൻ പറയുന്നു. തമ്പുരാൻ എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കിപ്പോ എന്താ വേണ്ടത്? 1 വെള്ളി രൂപ. അത് ഞാൻ തരാം. പിന്നെ ദേവി, അതിവിടെ പരദേവതയുണ്ട്, പോയി തൊഴുതോ. മാറങ്ങോട്ട്. അമ്മ, ഈ പരദേവത എന്നൊക്കെ പറഞ്ഞ ഈ ഒരു ലൊക്കാലിറ്റി മാത്രം ഒതുങ്ങിക്കുന്നല്ലേ? സംഗീതം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ പരന്ന് അതിനൊരു ലോക്കൽ ദേവി എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല. ജാനുമ്മേ, അരങ്ങേറ്റം നടത്തണമെങ്കിലേ എല്ലാം ഭംഗിയായിട്ട് പഠിക്കണ്ടേ? പഠിക്കണം. പഠിച്ചോ? അതിനല്ലേ ചെല്ലും ചെലവും കൊടുത്ത് അവനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്ന? അതല്ല, അതിനൊക്കെ ഒരു ഗുരുത്വവും ദൈവാനുഗ്രഹം ഒക്കെ വേണ്ടേ? വേണമല്ലോ. അത് കുഞ്ഞിന് ധാരാളം ഉണ്ടല്ലോ. ഉണ്ട്, എന്നാലും ആ വിഷ്ണുവിനൊരു ഗുരുദക്ഷിണ കൊടുക്കണ്ടേ? എടാ കള്ള തിരുമാലി, അവൻ എന്നോട് പറയുന്നതിന് മുമ്പേ അതിവിടെ പറഞ്ഞോ? അവനെ ഞാൻ ഇന്ന് കൊല്ലും. വേണ്ട ജാനുമ്മേ, എന്റെ ഒരു ആശയാ. എത്ര കാലം എന്നെ ഇങ്ങനെ പൂട്ടിയിട്ട് വളർത്തുക? എന്റെ പൊന്നു മോളെ, വേണ്ട. ആ റിസീവർ അറിഞ്ഞാ കൊല്ലും. മോളെ അല്ല, എന്നെ. അങ്കിൾ അറിയില്ലെന്നേ. ഇന്ന് ചൊവ്വാഴ്ചയല്ലേ? നല്ല ദിവസാന്നാ വിഷ്ണു പറഞ്ഞേ. തന്നെയുമല്ല, വൈകുന്നേരമായ റിസീവർ സാർ അക്കൗണ്ടന്റ് അടുത്ത് പോകുമല്ലോ. എടാ, വിഷ്ണുവിനെ ഒന്നും പറയല്ലേ ജാനുമ്മേ, നമുക്ക് പുറത്തു പോവാം. കുഞ്ഞേ പ്ലീസ്. ആ മറ്റു 2 കുരങ്ങന്മാരില്ലേ ഇവിടെ? നടനും ശേഷപ്പനും. അവന്മാരെ എങ്ങനെ ഒതുക്കും? എങ്ങനെ ഒതുക്കൂടെ കുരങ്ങ? അതൊക്കെ ഞാൻ ഒതുക്കിക്കൊള്ളാമേ.